പറയുമ്പോ എപ്പോഴും മുടക്കം നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കോമ്രേഡ്സ് എന്ന് പറയുന്നവര്. ആ വാക്ക് തിരുത്തണം കേട്ടോ. കാരണം അവരാകെ മാറി ഗൈസ്. നാടോടുമ്പോ നടുവേ ഓടണം എന്ന് പറഞ്ഞിട്ട് അവരുടെ നയങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വാക്കും പഴയ ചാക്കും. ഒരു തോൾസഞ്ചിയും കട്ടൻ ചായയും പരിപ്പോടെയാണ് സഖാക്കളുടെ ലോകം എന്ന് പറയുന്നവര് ഇനി അത് മാറ്റി പറയേണ്ടി വരും. ബിക്കോസ് സഖാക്കളുടെ മാറ്റം കണ്ടിട്ട് സഖാക്കൾ എന്നെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. മാർക്ക് ചേഞ്ച് വേണത്ര ചേഞ്ച്, ഇന്നാ പിടിച്ചോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് സകലമാന മേഖലകളിലും നയമാറ്റം. ഇനി ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമസഭ അംഗീകരിച്ചതിന് ശേഷം സ്വകാര്യ സർവകലാശാലകൾ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതെ സുഹൃത്തുക്കളെ, സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവരുന്നതിനെ ജീവൻ കൊടുത്തും എതിർക്കുമെന്ന് പറഞ്ഞ അതേ വീരശൂര പരാക്രമികൾ തന്നെ സ്വകാര്യ സർവകലാശാലകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന അതിമനോഹരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് പണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ സർവകലാശാലകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആറ്റിറ്റ്യൂഡ്. പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരൂ. ഓ ഐ സി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ. അത് ഫോളോ ചെയ്തിട്ടാണ് ഇത്ര അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. വൈകിയുദിച്ച ബുദ്ധിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായത്, ATM മെഷീനുകൾ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായത്. എല്ലാ കാര്യത്തിലും CPM അങ്ങനെ വരാറുള്ളത്. പക്ഷേ അതിൻ്റെ പാപം പേറേണ്ട, അതിൻ്റെ ദുരനുഭവങ്ങൾ വഹിക്കേണ്ട കൂട്ടരായി മലയാളികൾ മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾ മാത്രമല്ല സ്വന്തം അണികളെ പോലും ബുദ്ധിമുട്ടിച്ചാണ് ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ ശീലം. ഹൈ, അതൊക്കെ വിപ്ലവ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതിയെന്നേ. അല്ല മിനിസ്റ്ററെ, നിങ്ങളിപ്പോ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ എതിർക്കാന്നുള്ളതാണല്ലോ ഇപ്പൊ ഘടകകക്ഷികളുടെ ഒരു പോളിസി. ഈ കാര്യത്തിലും CPIക്ക് എതിർപ്പാണെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. അവര് പൂർണ്ണമായിട്ടൊന്നും എതിർത്തിട്ടില്ല. അവർ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഭേദഗതി ആവശ്യപ്പെട്ടത്. ഭേദഗതി എന്ന് പറയാൻ പറ്റില്ല, മാറ്റം അവരാവശ്യപ്പെട്ടു ചില കാര്യങ്ങളിൽ. നോട്ട് ദി പോയിന്റ്. CPIക്ക് എതിർപ്പൊന്നുമില്ല, പിന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞു അത്രേ. ഭേദഗതിയിലാട്ടോ മാറ്റം. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഭേദഗതി എന്ന് പറയാൻ പറ്റില്ല, മാറ്റം അവരാവശ്യപ്പെട്ടു ചില കാര്യങ്ങളിൽ. നല്ല ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാണ്ടിരിക്കാൻ വേണ്ടി അവന്മാർ എന്തോരം തല്ലുകൊണ്ടു, എന്തോരം തല്ലു കൊടുത്തു. എന്നിട്ട് ഇപ്പൊ എന്തായി? അങ്ങനെ ദേശീയ തലം തൊട്ട് ഇങ്ങോട്ടുള്ള കുട്ടി സഖാക്കൾക്കൊക്കെ ഈ കാര്യത്തിൽ എതിർപ്പാണ് കേട്ടോ. This move will be a path to destroy the public education, and LDF partners, the student movement of Kerala, will never let it happen. ഇവിടെ നയങ്ങളും നിലപാടുകളൊന്നും നോക്കില്ല, ഓൺലി നിലനിൽപ്പ്. അതാണ് ഇപ്പോഴത്തെ പോളിസി. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ നിലയിൽ ഉദ്ദേശിക്കുന്നത് അതിൽ സാമൂഹിക നീതിയും അതുപോലെ തന്നെ മെറിറ്റും ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എടുത്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ നിലയിൽ ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവരാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിമർശനങ്ങൾ ഉണ്ടാവണം, ചർച്ചയുണ്ടാവണം. ആ ചർച്ചയുടെയും വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചർച്ചകളും വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ അതിന് ഉൾക്കൊണ്ടതിന് ശേഷമാണ് അത്തരമൊരു ബില്ലുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. വിമർശനങ്ങളും ചർച്ചകളും ഉൾക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാന്നാണ് SFIക്ക് പറയാനുള്ളത്. എന്ത് ഇങ്ങോട്ട് ശബ്ദം ഉയർത്തുന്ന മൊയിലാളിമാരെ അങ്ങോട്ട് പറയും, അങ്ങോട്ട് അനുസരിച്ചാൽ മതിട്ടാ. പറഞ്ഞു കൊടുക്ക ടീച്ചർ അങ്ങോട്ട്. ചർച്ചയുടെയും വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചർച്ചകളും വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ അതിന് ഉൾക്കൊള്ളണം. അതൊക്കെ SFIയെ ബോധ്യപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇത് CPIMന്റെ പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ കാര്യം ഇത്രയേ ഉള്ളൂ. സ്വകാര്യ സർവകലാശാലകൾ നടപ്പാക്കാന്നുള്ളത് CPIMന്റെ പ്രഖ്യാപിത നയമാണ്. അവരത് നടപ്പാക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് മനസ്സിലായില്ലേ? എല്ലാവരും പിരിഞ്ഞു നോക്കാം. സ്വകാര്യ സർവകലാശാലയുടെ വരവിന് പ്രത്യേക ക്യാബിനറ്റ് അനുമതി നൽകുമ്പോൾ പിണറായി വിജയൻ കൂത്തുപറമ്പ് രക്തസാക്ഷ്യത്തിന് മറുപടി പറയാൻ തയ്യാറാകണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. ഓ, ഇതിപ്പോ എവിടെ നിന്ന് കയറി വന്നു? അതൊക്കെ എന്തോരം നാള് മുന്നേ നടന്ന കാര്യമാണ്. ഞങ്ങളുടെ സഖാക്കൾ അതൊക്കെ മറന്നു. പിന്നെ എന്തിനാ വീണ്ടും ഓർമ്മിപ്പിക്കണത്? വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായും ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് നോക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിൽ ഒന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ നീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നിലവരുന്നത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉണ്ടാവുക എന്താണ് പ്രധാനം.
ഓ അങ്ങനെ അങ്ങ് കൈ കഴുകി മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും CMA? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷികളും സഖാവ് പുഷ്പനും അന്നത്തെ പ്രതിഷേധമൊക്കെ ഓർക്കാണ്ട് പോണത് ശരിയാണോ? 9 വർഷം മുമ്പത്തെ സമരകാലം സ്വകാര്യ സർവകലാശാലകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ SFI ശക്തിയുക്തം എതിർത്തിരുന്ന സമരകാലം. ആളാരാണെന്ന് മനസ്സിലായ? ഇപ്പോഴത്തെ കല്യാശ്ശേരി MLA M. വിജിനേട്ടാ അന്നത്തെ പ്രസംഗമൊക്കെ ഉഷാറായിരുന്നു കേട്ടാ. അത് നമ്മുടെ സർക്കാർ ഇപ്പോ സ്വകാര്യ സർവകലാശാലകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അന്നത്തെ പോലത്തെ ഒരു പ്രസംഗം ഇപ്പോഴും അങ്ങോട്ട് കാച്ചുന്നേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന്, അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെടും. അതിപ്പോ നിങ്ങൾ ഒറ്റപ്പെട്ടു പോവാനും പിന്തള്ളപ്പെട്ടു പോവാനും കാരണങ്ങൾ കുറെ ഉണ്ടല്ലോ. പണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരം നടത്തിയതും കൂത്തുപറമ്പ് വെടിവെപ്പില് 5 പേര് കൊല്ലപ്പെട്ടതൊക്കെ മന്ത്രിക്ക് ഓർമ്മയുണ്ടാവോ? ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ്. ഇനി ഇതും കൊണ്ടുപോയി മാർക്സിന്റെ തലയിലിട്. ശരി, ഒക്കെ പോട്ടെ. അന്തകാലത്ത് നടന്ന SFI പ്രതിഷേധത്തിനിടെ മുൻ ഇന്ത്യൻ അംബാസിഡർ TP ശ്രീനിവാസന്റെ തലയിലും മുഖത്തൊക്കെ അടിച്ച് SFI പ്രവർത്തകർ താഴെ ഇട്ടത് ഓർമ്മയുണ്ടാവോ? SFI പിള്ളേര് അന്ന് തല്ലി താഴെയിട്ട TP ശ്രീനിവാസൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയണതാണല്ലോ അല്ലേ? കാലത്ര കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും പറയും, അന്ന് ആ പിള്ളേർ അങ്ങനെ ചെയ്തത് ശരിയാണോ? അതിലൊന്നും വലിയ കഥയില്ല. അവിടെ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണില്ല. അന്നത്തെ പിണറായി വിജയൻ സഖാവിന്റെ വാക്കുകളാണ് ഇപ്പോഴും അവരുടെ ഊർജ്ജം. ഒന്നാമത് അദ്ദേഹം വിദ്യാഭ്യാസ വിശേഷനല്ല. ആ അംബാസഡറായിട്ട് ഇവിടെ നിയോഗിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയാണ്. അന്ന് അംഗീകരിക്കാതിരുന്ന സെയിം കാര്യം ഇന്ന് അംഗീകരിക്കുന്നു. അതെന്താ അങ്ങനെ? അതൊരു പ്രത്യേകത അസുഖമാണല്ലോ. അതൊക്കെ എങ്ങനെ പറയാൻ പറ്റുക? അത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ അത് വന്നിരിക്കുന്നു, ഈ സന്ദർഭത്തിൽ അത് ആവശ്യമാണ് എന്ന് കാണുന്നു. നേരത്തെ അത് അത്രത്തോളം ആവശ്യമുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ല എന്ന് മാത്രമല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അല്ലെ സെയിം കാര്യം തന്നെയല്ല അന്ന് UDF സർക്കാർ പറഞ്ഞത്. അന്ന് ഉണ്ടായിരുന്നു അടി ഇടിയും ചവിട്ടിയും കുത്തല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇപ്പൊ പറയുന്നിട്ട് സ്വകാര്യ സർവകലാശാലകൾ വന്നിട്ടുണ്ടെങ്കിൽ നാട് മാറും, നാടിന്റെ മുഖച്ഛായ മാറും, സ്വകാര്യ സർവകലാശാലകൾ സൂപ്പർ ആണെന്നൊക്കെ. ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്ത് ചെയ്യാൻ പറ്റൂ. ഓ ശരി മാഡം, കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന്. അപ്പോ പണ്ട് SFIക്കാർ അടിച്ചു വീഴ്ത്തിയ TP ശ്രീനിവാസനോട് ഇവര് മാപ്പ് പറയണ്ടേ? അതാണല്ലോ അതിന്റെ ഒരു ഇത്. അതെന്തിനാണത്? ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു. 3.5 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ 3.5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിദ്രുതം പ്രയാണം ചെയ്ത ഒരു കാലയളവ് കൂടിയാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് ഇത്. യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു. ഒരു മരം വയ്ക്കുമ്പോൾ 20 കൊല്ലം മുമ്പ് വയ്ക്കണം എന്നാണ് ശാസ്ത്രം. അത് നടക്കാത്തത് കൊണ്ട് ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് നോക്കാം. മലക്കം മറിച്ചിൽ എന്നും ഞങ്ങളുടെ സർക്കാരിന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. മദ്യം, ടോള്, ലോട്ടറി, അങ്ങനെ എല്ലാ വിഷയത്തിലും സർക്കാർ മലക്കം മറിഞ്ഞതുപോലെ വീണ്ടാമതും മലക്കം മറിഞ്ഞിരിക്കുന്നു. സ്വകാര്യ സർവകലാശാലകൾ വരട്ടെ, നാട് മുന്നേറട്ടെ എന്ന്. ഇത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അണികളുടെ സംഘടന ആര് കാണും? അവരിനി എന്ത് ക്യാപ്സ്യൂൾ പറഞ്ഞ് പിടിച്ചു നിൽക്കുമോ എന്തോ.